ഇതുപോലുള്ള അബദ്ധങ്ങളും അസത്യങ്ങളും തലമുറയോട് വളച്ചൊടിച്ച ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓടി വരൂ, മണ്ടി വരൂ, ചിർച്ചയാൻ വേണ്ടി, നുളോൾച്ചാൻ വേണ്ടി, സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, സങ്കടം കൊണ്ട് കുത്തിരിക്കാനും വയ്യ എന്ന് പറഞ്ഞ കോലത്തിലേക്ക് പോയി. അയ്യാദ്യ ഒരു ക്ലിപ്പ്, ഹൗന്റെ മോ സന്തോഷം എന്താണെന്നോ, ഷജറകള് ഭൂലോക പൊട്ടന്മാരാണ്, മരപ്പൊട്ടന്മാരാണെന്ന് ജനങ്ങളോട്, സമസ്തന്റെ അണികളോട് പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു ക്ലിപ്പ്. അയ്യാദ്യ ഒരു ക്ലിപ്പ് കിട്ടി. ഒപ്പം തന്നെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഇങ്ങനെ കുറച്ചെണ്ണം ഇങ്ങനെ പൊട്ടന്മാരായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം. ഹൈറ്റാലൊരു ക്ലിപ്പ്. അതിന്റെ എമ്മാതിരി പൊട്ടത്തരത്തിന്റെ 5 കളി. ജഹല് മുറക്കബിന്റെ മൂർത്തിമദ്ഭാവങ്ങളാണ് ടീം അമ്പലക്കടവ് ഷജറകൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു ക്ലിപ്പ്. ആദ്യം ആ ക്ലിപ്പ് കേൾക്കി, എന്നിട്ട് അതിന്റെ ബാക്കി വർത്താനം പറയാനുള്ളത്. പാടിച്ചോനായോനെ. ഇതുപോലുള്ള വർത്താനങ്ങൾ പറയാൻ പാടില്ല. ഇതുപോലുള്ള അബദ്ധങ്ങളും അസത്യങ്ങളും തലമുറയോട് വളച്ചൊടിച്ച ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. 1940 ഇനിയിപ്പോ ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, മഹാനായ PMS പൂക്കോയ തങ്ങള്, ഇവരൊക്കെ മുസ്ലിം ലീഗിൽ വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചത് സമസ്തയിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണല്ലോ എല്ലാവർക്കും പരിചിതമായ ഒരു മുഖം. PMS പൂക്കോയ തങ്ങൾ പോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വേദിയിൽ പ്രഭാഷകനായി വന്നിട്ടുണ്ട്. സമസ്തയുടെ സമ്മേളനത്തിൽ 1945, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് 1945 കാര്യവട്ടം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കുതുബി മുഹമ്മദ് മുസ്ലിയാരാണ് അധ്യക്ഷത വഹിച്ചത്. ആ സമ്മേളനത്തിൽ പ്രഭാഷകനായി ആരാന്നറിയോ? ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അന്ന് മുസ്ലിം ലീഗ് എന്ന സാധനം കേരളത്തിൽ വിത്തിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രവർത്തിച്ചിരുന്നതും പ്രഭാഷണം നടത്തിയിരുന്നതും നേതൃപങ്ക് വഹിച്ചിരുന്നതും സമസ്തയിലായിരുന്നു. അത് മനസ്സിലാക്കണം. സമസ്തയിൽ നിന്നാണ് അവരുടെയൊക്കെ പാരമ്പര്യം തുടങ്ങുന്നത്. അതുപോലെ മഹാനായ ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിലെത്തി. പിന്നെ 8 കൊല്ലം കഴിഞ്ഞിട്ട് ആ പൊട്ടൻ കരുളായിയെ ഇജി പറഞ്ഞ 1945 നടന്ന കാര്യവട്ടത്തെ നമ്മളെ സമസ്തന്റെ മഹത്തായ ആ സമ്മേളനം 1937 മുസ്ലിം ലീഗിൽ ചേർന്നതിനെ എങ്ങായ ബാഫഖി തങ്ങള് പഠിച്ചു നോക്ക്. വല്ലാത്തൊരു പൊട്ടൻ കരുളായി റബ്ബേ. ഇതാണിപ്പോ ഷജറള ഏറ്റവും വലിയ ആദർശ കുളിയണ്ടറിന് ബന ഷജറകൾക്ക് കെട്ടിക്കൊടുക്ക് തീർത്തു കൊടുക്കണ ആദർശ മിഷിഹാന്ന ഷജറള ധാരണ. മോന്തായ ഇജാതി വളവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ ഷജറകളെ? സൽമാൻ കരുളായി 1934 മഹാനായ ബാഫഖി തങ്ങള് രാഷ്ട്രീയത്തേക്ക് വന്നിന്. അറിയണക്ക് ചരിത്രം പഠിച്ചു നോക്കിയാൻ കയ്യേ, ഒന്ന് പഠിച്ചു നോക്കിയാ ഇത്ര തണ്ടും തടി ഉണ്ടല്ലോ. 1934 രാഷ്ട്രീയത്തേക്ക് വന്നിട്ട് ബാഫഖി തങ്ങള്. 1906 ജനനം. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ അതേ കാലത്തെ ജനനം 1906 ബാഫഖി തങ്ങളെ ജനനം. 1934 രാഷ്ട്രീയത്തിലേക്ക് വന്നു. സെൻട്രൽ അസംബ്ലിയിലേക്ക് മലബാർ സൗത്ത് കനറ മണ്ഡലത്തിൽ നിന്ന് അറിയോ ഹാജി അബ്ദുൽ സത്താർ സേട്ട് സാഹിബിനെ അന്ന് വിജയിപ്പിച്ചതിന്റെ ചുക്കാൻ പിടിച്ചത് അക്കാലഘട്ടത്തിൽ ബാഫഖി തങ്ങളാ. പിന്നെയും ചരിത്രം അറിയില്ലോ. ഇപ്പൊ ഒരു അൻസരി വേറൊരു പൊട്ടൻ ഇറങ്ങിയാണ്, ഷജറ പൊട്ടൻ. ഇതേമാതിരി പൊട്ടത്തരം വിളിച്ചാണ് വേറെ കുട്ടി. ഇതൊക്കെ ഇപ്പൊ ഇതിനായിട്ട് ഇറങ്ങിയേക്ക പെരുമ്പൊട്ടത്തരം പറയാന്. 1936 മദിരാശി നിയമസഭയിലേക്ക് കോഴിക്കോട് കുറുമ്പ്രനാട് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് ബി പോക്കർ സാഹിബ് തോൽക്കണത് ബാഫഖി തങ്ങളെ അളിയനോട്, ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളോട്. 1936 അതിനും ചുക്കാൻ പിടിക്കുന്നത് ബാഫഖി തങ്ങൾ തന്നെയാണ്. അറിയോ? ഈ പൊട്ടൻകുട്ടിയൊക്കൊന്നും ഈ സംഭവത്തിന്റെ കുട്ടൻസ് ഒന്നും മനസ്സിലായിട്ടില്ല. വിചാരിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ 47 ശേഷമുള്ളത് മാത്രമാണെന്നാ ചരിത്രം. ഇറ്റക്കൊന്നും തിരിയില്ല എന്താ ഈ സംഭവത്തിന്റെ കുട്ടൻസ് എന്നുള്ള. ഷജറകൾക്ക് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആയിട്ടൊക്കെ ഉണ്ടോ ഒന്നും അറിയില്ല. കാരണം ഇന്ത്യക്കാരെ സ്വയംഭരണത്തിന് പര്യാപ്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തില് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുണ്ടായിരുന്ന ഒരു വൈസ്രോയി ഉണ്ടായിരുന്നു. എന്താണ് അയാളുടെ പേര്? റിപ്പൺ പ്രഭു. ആ റിപ്പൺ പ്രഭു എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണല്ലോ. മറ്റേ കോമഡി പറഞ്ഞാൽ ഇത് കിട്ടണല്ലോ. അത് കിട്ടണമെങ്കിലേ അതിന് വേണ്ടി കുറച്ച് പണിയെടുക്കണ്ടായി. അത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ എടുക്കുക. 19ാം ആ വൈസ്രോയി റിപ്പൺ പ്രഭു എന്ത് ചെയ്തു? നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി, അല്ലാത്തടത്ത് ഡിസ്ട്രിക്ട് ബോർഡ് ഉണ്ടാക്കി. ആ ഡിസ്ട്രിക്ട് ബോർഡിലേക്കൊക്കെ 1937 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇറ്റക്ക് ഇതൊന്നും അറിയില്ല. ഈ ഷജറയൊക്കെ ഒന്നും അറിയില്ല. അതാ രസം. ഷജറകൾക്ക് ഒരു ചിന്തിക്കാൻ ബുദ്ധിയില്ല. 1946 ഇവര് സ്വാതന്ത്ര്യം കിട്ടിയ 47 കണക്കാ പറഞ്ഞത്. 46 ഇടക്കാല മന്ത്രിസഭ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ട്. ഇതൊന്നും ഈ പൊട്ടന്മാർക്ക് അറിയില്ല. ഷജറയ്ക്ക് പൊട്ടന്മാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താലും ഇതൊക്കെ മനസ്സിലാവില്ല. യാതൊരു ചരിത്ര അവബോധവും ഇല്ല. പൂക്കോയ തങ്ങളെ പറ്റി ഇവർക്ക് അറിയില്ല. ബാഫഖി തങ്ങൾ തന്നെ പറയാം. അതായത് 34 രാഷ്ട്രീയത്തിൽ വന്നു. 36 പറഞ്ഞ കോഴിക്കോട് കുറുമ്പ്രനാട് പറഞ്ഞ സ്ഥലത്ത് ആ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. പിന്നെ 37 മുസ്ലിം ലീഗിൽ ചേരാണ്. ആ ബാഫഖി തങ്ങൾ അളിയൻ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും
പിന്നെ ബാഫക്കി തങ്ങളൊക്കെ മുസ്ലിം ലീഗിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. എന്നാ പിന്നെ ഉറപ്പല്ലേ, ബാഫക്കി തങ്ങൾ നേതൃരംഗത്ത് ജ്വലിക്കുകയാണ്. ഈ സൽമാൻ പറയാ 945 കാര്യവട്ട സമ്മേളനത്തിന് അന്നൊന്നും ലീഗിന് ബുത്തിട്ടിട്ടില്ല. എന്നാ കേട്ടോ ബുത്തിട്ടതിന്റെ കോലം. 946 മദിരാശി നിയമസഭയിലെ മുസ്ലിം ലീഗിന് 29 സീറ്റ് ഉണ്ട് പൊട്ടൻകരളായി. 946 തന്നെയാണ് ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ ലീഗിന്റെ പ്രസിഡന്റാണ്. അന്ന് കേരളല്ല പൊട്ടൻകരളായി. അത് കേട്ടോ, അന്ന് കേരളല്ല. കേരളം പിറവി കൊള്ളണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ആ കഥ. എന്താ ഇപ്പൊ സജറൊക്കെ ആകെ പിടുത്തം കിട്ടും, ഒരു പിടുത്തിട്ടൊക്കെ കിട്ടൂല. ആ ചങ്ങായിമാരെ 946 മദിരാശിയിലെ നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിന് 29 സീറ്റുണ്ട്. ഈ പെട്ടെന്ന് ഷജറകളെ മറ്റ് ചരിത്ര പൊട്ടത്തരങ്ങളോടെയും പറഞ്ഞത്, അതായത് ബാഫക്കി തങ്ങളെ മാത്രമല്ല പൂക്കോയ തങ്ങളോടെയും വലിച്ചുകൊണ്ടിട്ടുണ്ട് ഈ സൽമാൻ കരള ഈ കളവിലേക്ക്. എന്തിനാ സമസ്തക്ക് വേണ്ടി കളവ് പറഞ്ഞ എന്തിനാ? അതിന്റെ ആവശ്യം സമസ്തക്കില്ലല്ലോ. സമസ്തക്ക് നേര് പറഞ്ഞാൽ തന്നെ നിലക്കാൻ കഴിയുമല്ലോ. അവിടെ നേര് പറഞ്ഞാൽ മതി. അതായത് ഇപ്പം പറയാണ് പൂക്കോയത്തങ്ങളും ബാഫക്കി തങ്ങളൊക്കെ സമസ്തയിലാണ് ആദ്യം സജീവായത്, സമസ്തന്റെ കർമ്മരംഗത്ത് ആദ്യം വന്ന് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. പരമ പൊട്ടത്തരാണ് ഈ ഷജറകൾ പറഞ്ഞതൊക്കെ. ഉള്ളത് പറഞ്ഞാലല്ലേ നമുക്ക് സമസ്തക്കാർക്ക്, അല്ലാത്തിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുജീബ് അൻസരി എന്ന് പറഞ്ഞൊരു ചങ്ങായി, ഒരു അൻസരി ഇറങ്ങി, മുജീബ് അൻസരി. ഷജർ വലിയ ഹീറോ ആക്കി കൊണ്ടെടുക്കുന്നുണ്ട്. കുറച്ച് തൊള്ളിയും പള്ളാളി ഉണ്ടെന്നുള്ളൂ, പെരും പൊട്ടനാ. ഞാൻ പ്രസംഗം കേട്ടു, ഇതൊക്കെ പാടെ ക്ലിപ്പ് എടുത്ത് വെച്ചും ചെയ്തണ്. ഇത് മറുപടി ഇറക്കാൻ ഒഴിവിട്ടണ്ടേ. പണ്ട് ജാത്തൻകുട്ടി ഗേറ്റിൽ പോണായി ഒന്നിന്റെ വേക്ക് ഒന്നായിട്ട് ഒരു മുറുക്ക് ഇറക്കാൻ കഴിയില്ല. അപ്പോളെ അടുത്ത മുറുക്ക് കണ്ട് വരാറിഞ്ഞ മാതിരി, വെള്ളം അങ്ങനെ തൊള്ളേക്ക് വരുന്ന മാതിരി ഷജറുള്ള ബിഡിത്തങ്ങനെ വരില്ല, നിത്യം വരില്ല. ഇതൊക്കെ പാടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആർക്കത് പറയാൻ വിട്ടുക? പറഞ്ഞാലേ പറയേണ്ടി വന്നാൽ നമുക്ക് പറയാം. അതൊക്കെ കിട്ടിയോണ്ടൊരു കാര്യമുണ്ട്. ഇജ്ജാതി പൊട്ടന്മാരെ നാട്ടിലൊക്കെ സ്റ്റേജ് കെട്ടി പറയേണ്ട ഒരു ടൈം വന്നാൽ, മൈക്കെട്ടി പറയേണ്ട ടൈം വന്നാ പറയാം. അപ്പത്തിന് എടുത്തച്ച ഉപകാരപ്പെടും. ഈ മുജീബ് അൻസരി എന്ന് പറഞ്ഞ ചങ്ങായി പറയാണ്, അൻസരി ആ ചങ്ങായി പറയാണെന്ത്, പിന്നെ ബി പോക്കർ സാഹിബ് തോറ്റ ഇലക്ഷനില്ലേ, ബാഫക്കി തങ്ങൾ നേതൃത്വം കൊടുത്ത ഇലക്ഷനിൽ അന്ന് സീതി ഹാജി ഒക്കെ ആ പോരാട്ടത്തിന്, ഇലക്ഷൻ പോരാട്ടത്തിന് ചൂട്ടുപിടിപ്പിക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. സീതി ഹാജി ജനിക്കണ 32 ചങ്ങായിയെ പൊട്ട. 36 ആ ഇലക്ഷൻ. 936 4-ാം വയസ്സിൽ സീതി ഹാജി ഇവിടുന്ന് ഇടപെടണമെന്നാണ് പ്രചരണത്തിന് പോവുക. ഇത് ഏതാ ആള്, എന്താ ചരിത്രം എന്നൊന്നും മനസ്സിലായില്ല. അയോധി തിരുമണ്ടന്മാരാണ് ഷജറകള്. അയിപ്പെട്ട വർത്താനം അപ്പൊ പറഞ്ഞു. ബാഫക്കി തങ്ങളെ പറ്റി പറഞ്ഞു, നമ്മൾ പറഞ്ഞു. ബാഫക്കി തങ്ങള് 34 രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. 36 ഇലക്ഷനിൽ, 34 പിന്നെ ഇലക്ഷൻ രംഗത്തുണ്ടായിട്ടുണ്ട്. 36 ആ പറഞ്ഞ ഇലക്ഷൻ. അതേപോലെ 37 മുസ്ലിം ലീഗ് ചേർന്നിട്ടുണ്ട്. 46 KM മൗലവിയാണ് ബാഫക്കി തങ്ങളെ മലബാർ ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് ആക്കണേ. കേരളം ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ പൂക്കോയത്തങ്ങളെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 939 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൂക്കോയത്തങ്ങൾ രാഷ്ട്രീയത്തിക്ക് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 1959 വടകരയിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടകനൊക്കെ ആയിട്ടാണ് പൂക്കോയത്തങ്ങൾ സമസ്തയിലേക്കുള്ള രംഗപ്രവേശനത്തിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയാം. അതിന്റെ മുന്നിൽ പൂക്കോയത്തങ്ങൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഉള്ള കാര്യം നമ്മൾ പറയണം. അങ്ങനെ തന്നെ പിന്നെ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാനും, മഹല്ലുകളെ കരുപ്പിടിപ്പിക്കാനും, മദ്രസ പ്രസ്ഥാനത്തിനെ കരുപ്പിടിപ്പിക്കാനും ഒക്കെ, ജനകീയത ഉണ്ടാക്കാനും വേണ്ടിയൊക്കെ പൂക്കോയത്തങ്ങളെയാണ് ഉപയോഗപ്പെടുത്തി, ബാഫക്കി തങ്ങളെയാണ് ഉപയോഗപ്പെടുത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് സമസ്തന്റെ പച്ചയായ ചരിത്രമാണ്. സമസ്ത ആദ്യം ജനകീയതയിൽ ഊന്നിയല്ല, ജനകീയത ലക്ഷ്യട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഇതൊന്നും ഈ പൊട്ടന്മാർക്കറിയില്ല. ഈ കേരളായിയൊക്കെ പറയാണ് പിന്നെ എന്താ പറയാ, സയ്യിദ് വരക്കൽ മുല്ലക്കോയ പാപ്പി, അതേപോലെ ബാങ്കിൽ ഉസ്താദിനെ പോലുള്ള മുൻകാല നേതാക്കളൊക്കെ, അവരൊക്കെ കാളവണ്ടിയിൽ അങ്ങിങ്ങൊക്കെ നടന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സംസ്ഥാന ജനകീയാക്കി. ഇല്ല പൊന്നാര ചങ്ങായിയെ, ചരിത്രം ഉള്ളത് പറഞ്ഞാൽ മതി. അന്ന് നാഗരികത രൂപപ്പെട്ട സ്ഥലങ്ങളിൽ, കോഴിക്കോട് പോലെ, പൊന്നാനി പോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, അത് ലീഗാണെങ്കിലും ഉണ്ട്. ലീഗിനും അങ്ങനത്തെ എന്താ പറയാ, ലീഗ് അങ്ങനെ തന്നെ രൂപപ്പെട്ട് ലീഗിന്റെ വലിയ കമ്മിറ്റി വരുന്നതിന് മുമ്പ് 937 പിന്നെ അറക്കൽ അബ്ദുറഹ്മാൻ ആലി രാജ എന്നൊക്കെ പറഞ്ഞ ആള്, അതേപോലെ സത്താർ സേട്ട് സാഹിബൊക്കെ കൂടിയിട്ട് പിന്നെ ലീഗ് ഉണ്ടാക്കി. അന്ന് ലീഗ് ഉണ്ടാക്കണം, 37 ഉണ്ടാക്കണുണ്ട്. അതേപോലെ തലശ്ശേരി, തിരുവരങ്ങാടി മേഖലയിലൊക്കെ പ്രാദേശികമായിട്ട് ലീഗൊക്കെ അങ്ങനെ വരുന്ന ലീഗ് എന്താ പറയുക, ചെറുതായി നിന്നൊരു കാലഘട്ടം. അങ്ങനെ സമസ്തക്കാവട്ടെ ഈ ആലിമ്യങ്ങളെ കൂട്ടായ്മ ബിദഅത്തിനെ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള ചില്ലറ പ്രവർത്തനങ്ങൾ. അങ്ങനെ സമസ്തന്റെ ആദ്യകാലം ജനകീയാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച് ജനകീയ അടിത്തറ അങ്ങേയറ്റം നേടി, ഇലക്ഷനുകളെ നേരിട്ട് മഹിത പ്രതാപം നേടിയ ബാഫക്കി തങ്ങൾ കാരണമായി. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ, ബാഫക്കി തങ്ങൾക്ക് പോലും അറിയണ സത്യം, എല്ലാവർക്കും അറിയണ സത്യം, ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം മഹാഭൂരിപക്ഷത്തിന്റെ ലെജൻഡ് പദവിയോടെ നേതൃത്വത്തിൽ നിന്ന പൂക്കോയ തങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ബാഫക്കി തങ്ങളെ ക്രാന്തദർശിത്വം, സീതി സാഹിബിന്റെ ക്രാന്തദർശിത്താണ് ബാഫക്കി തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ബാഫക്കി തങ്ങളാണ്. പിന്നെ പൂക്കോയ തങ്ങളെ കൊണ്ടുവരാനുള്ള കാരണമാണ്.
ആ പൂക്കോയത്തങ്ങളെ കൊണ്ടുവന്ന് അവര് നേടിയ ഇവിടെ ഉമ്മത്തിന്റെ അവസാന വാക്കായിട്ട് A to Z പാണക്കാട്ട തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. ഇത് സമസ്തന്റെ ചരിത്രത്തിൽ തന്നെ പൂർവികന്മാര് പറഞ്ഞതും സമസ്തന്റെ ജനകീയത ഉണ്ടാക്കിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കി. അങ്ങനെ പൂക്കോയത്തങ്ങൾ, ആ പൂക്കോയത്തങ്ങളെ ബാഫക്കിത്തങ്ങളൊക്കെ വന്നിട്ട് പിന്നെ സമസ്തക്കും ജനകീയത ഉണ്ടാണ്. ജനകീയതനെ പറ്റിയ വർത്താനം ആരെങ്ങൾക്ക് സമസ്തക്കും ജനകീയത ഉണ്ടാണ്. അങ്ങനെ പിന്നെ നേരെ മറിച്ച് സമസ്തന്റെ പ്രമേയങ്ങളൊക്കെ പിന്തുണ ഉണ്ടായാലും ഒരു ഓളം സൃഷ്ടിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പറയണ്ടേ ചരിത്രം, അല്ലാതെ ഒന്നിനെ ചെറുതാക്കാൻ വേണ്ടി ചരിത്രം വക്രീകരിക്കേണ്ട. സമസ്തന്റെ മധുഹാണെങ്കിലും മഹത്വമാണെങ്കിലും ഉള്ളതേ പറയാൻ പാടുള്ളൂ, അല്ല ഒന്നിനെ ചെറുതാക്കാൻ വേണ്ടി പിന്നെ ഒന്നിനെ വലുതാക്കിയാണ്ടുള്ള കളവറച്ചിലൊന്നും ആവശ്യമില്ല. അതേപോലെ ഒരുപാട് പറയാണ്ട്. പിന്നെ ഈ ചങ്ങായി പറയുന്നുണ്ട്, ഈ സൽമാൻ കരളായി തന്നെ 34 പിന്നെ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഖപത്രം ഉണ്ടായി, സമസ്തക്ക് മുഖപത്രം ഉണ്ടായി. ഇപ്പം വലിയ വർത്താനം പറയാം. അതന്നെ ആ മുഖപത്രം ഉണ്ടായി. ആർക്കാ കുഴപ്പം? ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഖപത്രം ഉണ്ടായ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ലീഗിനുണ്ടായത് തലശ്ശേരി 1934 1934 ചന്ദ്രിക തലശ്ശേരി ഇറങ്ങി. ആദ്യം വീക്കിലി ആയിട്ട്, പിന്നെ 36 ദിനപത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൊട്ടം കരളായി. ആവും സ്വാതന്ത്ര്യത്തിന് മുന്നേ. ഇറ്റക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. എന്താണ് ഈ ഘടന, രാജ്യം പോകുന്ന ഘടന എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഇത് എഴുന്നോ എന്തോ കേട്ട് ഈ ഏതോ ഷജറകൾ പറഞ്ഞ ചരിത്രം കേട്ടുകാണ്ട് ഇങ്ങനെ വാട്സപ്പിലെ പുഴുക്കളായി നിൽക്കുക. യാതൊരു ചരിത്ര ബോധമില്ല. കഥകളും ചരിത്രങ്ങളൊക്കെ അന്തമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട്. അതാ രസം. ഇതിൽ ഏറ്റവും വലിയ രസം അതാ. അതിൽ നിന്ന് ആശയരിച്ചിനും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് പറഞ്ഞ മാതിരി പിന്നെ ഇബനാ മുറുമുറുപ്പ്. ഇബനാ പറയാ ചരിത്രം വക്രീകരിക്കരുത്, വളച്ചൊളിക്കരുത്, പുതിയ തലമുറനെ പറഞ്ഞു വെച്ചിക്കരുത്. ഇവൻ തന്നെ പറയാം. അന്തമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്തമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കയ്യെ ഒരുപാട് പറയാണ്ടതില്. നിങ്ങൾക്കൊന്നും തിരിയാത്ത ഒരുപാട് ചരിത്രം ഉണ്ട്. നിങ്ങൾക്ക് ഡേറ്റും തിരിഞ്ഞ ഷജറകൾ ഇഞ്ഞ് മേലാൽക്ക് ഇജാതി ചരിത്രം പറഞ്ഞു തന്നാല് പറഞ്ഞതിന്റെ മേലെ പറഞ്ഞ് ഒലിമ്പി തരും. നിങ്ങൾക്ക് വരും പൊട്ടത്തരം പറയേ ഉള്ള പറഞ്ഞ പോരെ. ആ പറഞ്ഞതിനൊക്കെയുള്ള മറുപടിയാണത്. ചരിത്രം അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് സമൂഹത്തോട് സംസാരിക്കുക. അപ്പൊ ആ പറയുന്ന ഒരു ആധികാരികത ഉണ്ടാവും. ഇതുപോലുള്ള അബദ്ധങ്ങളും അസത്യങ്ങളും തലമുറയോട് വളച്ചൊടിച്ച ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കാൻ പാടില്ല.